Good morning, friends. The last class we have discussed about the early human settlements in South India. Today we are going to study on the geography and ecology of early Tamil Nadu. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പുരാതനകാല തമിഴ്നാടിൻ്റെ ജോഗ്രഫിയും ഇക്കോളജിയും കുറിച്ചിട്ടാണ്. Geographical features of any particular country influenced the course of her history. മാനവ ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ. തമിഴ്നാട് ഈസ് ദ ലാൻഡ് ഓഫ് തമിഴ് സ്പീക്കിംഗ് പീപ്പിൾ. തമിഴ്നാട് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തമിഴ് സംസാരിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ഇടം. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ സദേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇത് കാണപ്പെടുന്നത് ഇന്ത്യയുടെ ഏറ്റവും സൗത്ത് പാർട്ടിലാണ് കാണപ്പെടുന്നത്. The Tamils of the third Sangam occupied the present states of Kerala, Karnataka, Andhra Pradesh and Tamil Nadu. ഇന്നത്തെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഈ 4 സ്റ്റേറ്റുകളും ചേർന്നതായിരുന്നു പഴയകാലത്തെ സംഘകാലഘട്ടത്തിലെ തമിഴ്നാട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നേച്ചുറൽ ബൗണ്ടറീസ് ആൾസോ. ഇതിന് ഭൂമിശാസ്ത്രപരമായ നാച്ചുറലായിട്ടുള്ള ചില ബൗണ്ടറികളും ഉണ്ട് എന്നതാണ്. തമിഴ്നാട് വാസ് ബൗണ്ടഡ് ഓൺ ദ സൗത്ത് ബൈ ദ ഇന്ത്യൻ ഓഷൻ. സദേൺ പാർട്ടിൽ ഇന്ത്യൻ ഓഷൻ കാണപ്പെടുന്നു. വെസ്റ്റ് അറേബ്യൻ സീ, വെസ്റ്റേൺ പാർട്ടിലാണെങ്കിൽ അറേബ്യൻ സീ കാണപ്പെടുന്നു. ഈസ്റ്റേൺ സൈഡിലാണെങ്കിൽ ബേ ഓഫ് ബംഗാൾ കാണപ്പെടുന്നു. നോർത്ത് ഈസ്റ്റിൽ തിരുപ്പതി ഹിൽസ് കാണപ്പെടുന്നു. ആൻഡ് ദ നോർത്ത് വെസ്റ്റ് ബൈ ദ മൈസൂർ പ്ലാറ്റ്യൂ. നോർത്ത് വെസ്റ്റിലാണെങ്കിൽ മൈസൂർ പ്ലാറ്റ്യൂ കാണപ്പെടുന്നു. എ സ്മോൾ ഐലൻഡ് ഓഫ് സിലോൺ ഈസ് സിറ്റുവേറ്റഡ് ദ സൗത്ത് ഈസ്റ്റ് ഓഫ് ദിസ് പെനിൻസുലാർ ഇന്ത്യ. ഇന്ത്യൻ എന്ന് പറയുന്ന പെനിൻസുലാർ ഇന്ത്യയുടെ സൗത്ത് പാർട്ടിൽ, പെനിൻസുലാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഇന്ത്യയുടെ ഏറ്റവും സൗത്തിൽ, തമിഴ്നാടിൻ്റെ സൗത്ത് ഈസ്റ്റ് പാർട്ടിൽ കാണപ്പെടുന്ന ചെറിയൊരു ഐലൻഡിനെ വിളിക്കുന്ന പേരാണ് സിലോൺ. സിലോൺ ശ്രീലങ്ക എന്ന് അറിയപ്പെടുന്നു. ദ ജോഗ്രഫി ഓഫ് Tamil land influenced the Tamil people of Sangam age. സംഘ കാലഘട്ടത്തിലും ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന അന്നത്തെ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. അക്കോർഡിംഗ് ടു തോൾകാപ്പിയം, റിട്ടൺ ബൈ തോൾകാപ്പിയർ. തോൾകാപ്പിയം എന്ന അന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം തോൾകാപ്പിയർ ആണ് എഴുതിയത്. അതിൽ വിവരണം അനുസരിച്ചിട്ട് ദ തമിഴ് സ്പീക്കിംഗ് പീപ്പിൾ were divided into 5 major divisions based on geographical conditions. ജോഗ്രഫിക്കൽ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തമിഴ് സംസാരിച്ചിരിക്കുന്ന ആളുകളെ 5 മേജർ ഡിവിഷൻസ് ആയിട്ട് തരംതിരിച്ചിരുന്നു. ജോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടനയുടെ അടിസ്ഥാനത്തിൽ അന്ന് ജീവിച്ചിരുന്ന ജനങ്ങളെ 5 മേജർ ഡിവിഷനായിട്ട് തരംതിരിച്ചിരുന്നു. ദേ ആർ ദ ഫോളോയിങ്. 1, കുറിഞ്ഞി ഏരിയ. കുറിഞ്ഞി മീൻസ് ഹില്ലി ആൻഡ് മൗണ്ടനിയസ് റീജിയൻ. മലയോര പ്രദേശങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മലയോര പ്രദേശങ്ങൾ, കുന്നുകൾ ഉള്ള പ്രദേശങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കുറിഞ്ഞി was the main hunting was the main occupation of the കുറിഞ്ഞി ഏരിയ. ഈ കുറിഞ്ഞിയിൽ ജീവിച്ചിരുന്ന ആളുകൾ ഹണ്ടിങ് പ്രധാന തൊഴിലായിട്ട് സ്വീകരിച്ചിരുന്നു. ദ നെയിം കുറിഞ്ഞി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ കുറിഞ്ഞി ഫ്ലവർ. അവിടെ കാണപ്പെട്ട
കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു പൂവിൻ്റെ പേരിൽ നിന്നാണ് ഈ പ്രദേശത്തിന്, ഈ ഹില്ലി പ്രദേശത്തിന് കുറിഞ്ഞി എന്ന പേര് ഉണ്ടായത്. കോമൺലി വിച്ച് ഈസ് കോമൺലി സീൻ ഇൻ ദ ഹില്ലി ഏരിയ. ഈ കുറിഞ്ഞി പൂവ് എന്ന് പറയുന്നത് ഹില്ലി ഏരിയയിൽ ധാരാളമായിട്ട് അന്ന് കണ്ടിരുന്നു എന്നതാണ്. ദ ഇൻഹാബിറ്റൻസ് വെയർ കോൾഡ് എയ്നർ. അവിടെ താമസിച്ചിരുന്ന ആളുകളെ ചില പ്രത്യേക പേരിലാണ് അറിയപ്പെട്ടത്. ഒന്ന് എയ്നർ, എയ്നർ. സെക്കൻഡ് വേട്ടുവർ, എയ്നർ, വേട്ടുവർ. തേർഡ് കണവർ, കണവർ, കണവർ. ആൻഡ് ഫോർത്ത് കുറവർ, കുറവർ. ഇങ്ങനെയെല്ലാം പേരുകളിൽ അറിയപ്പെട്ടു. ഹണ്ടിങ്, ഗേദറിങ് എ ഫ്രൂട്ട്സ് വേർ ദെയർ മെയിൻ ഓക്യുപ്പേഷൻ. ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുക, അത് ഭക്ഷിച്ച് ജീവിക്കുക, അതുപോലെ തന്നെ ഹണ്ടിങ് നടത്തുക. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. സ്പിയർ, ഷീൽഡ്, ബോ ആൻഡ് ആരോ വേർ ദെയർ വെപ്പൺസ് ഓഫ് വാർഫെയർ. യുദ്ധത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ചില പ്രത്യേക ആയുധങ്ങളാണ് സ്പിയർ, ഷീൽഡ്, ബോ ആൻഡ് ആരോ തുടങ്ങിയിട്ടുള്ളവ എല്ലാം. മുരുകൻ വാസ് ദെയർ ഡൈറ്റി ഇൻ കുറിഞ്ഞി ഏരിയ. കുറിഞ്ഞിയിലെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് മുരുകനായിരുന്നു. ദെയർ ഡയറ്റ് വാസ് മെയ്ഡ് ഓഫ് മില്ലറ്റ്, റൈസ് എക്സെട്ര. അവരുടെ ഭക്ഷണ സാധനങ്ങൾ മില്ലറ്റ്, റൈസ് എന്നിവയായിരുന്നു. മില്ലറ്റ് എന്ന് പറയുന്ന ചോളം, അതുപോലെ തന്നെ റൈസ്, അരി, ഇതെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു. ദേ കളക്റ്റഡ് ഹണി ആൻഡ് എഡിബിൾ റൂട്ട്സ്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ അവർ ശേഖരിച്ചിരുന്നു. അതുമാത്രമല്ല ഹണി, തേന് ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ദ സോഴ്സസ് ഓഫ് വാട്ടർ വേർ സ്ട്രീംസ് ആൻഡ് ഫൗണ്ടെയിൻസ്. ജലാശയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചില അരുവികളിൽ നിന്നും എല്ലാം വെള്ളം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് കുറിഞ്ഞി ഏരിയയിലെ, ഹില്ലി ഏരിയയിലെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. സെക്കൻഡ് മുല്ലൈ. മുല്ലൈ മീൻസ് പാസ്റ്ററൽ ഏരിയ ഓർ പാസ്റ്ററൽ റീജിയൻ. അതായത് ചെറിയ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് ഈ മുല്ലൈ എന്ന് വിളിക്കുന്നത്. ദ നെയിം ഈസ് ഡെറിവ്ഡ് ഫ്രം ദ ജാസ്മിൻ ഫ്ലവർ. മുല്ലൈ, മുല്ല, മുല്ലപ്പൂവ്. മുല്ലപ്പൂവ് ധാരാളമായിട്ട് അവിടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പേരിൽ നിന്നാണ് മുല്ലൈ എന്ന പേരും ഉണ്ടായത്. ആ പ്രദേശത്തിന് മുല്ലൈ ഉണ്ടായത്. ധാരാളം മുല്ലപ്പൂവുണ്ട്, അതുകൊണ്ട് അതിന് മുല്ലൈ എന്ന് വിളിച്ചു. ദ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഡെവലപ്ഡ്. അവിടെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആയിരുന്നു, മൃഗങ്ങളെ മെരുക്കി വളർത്തുക. കൗ ഹെർഡ്സ് ആൻഡ് ഷെപ്പേഴ്സ് വെയർ നോൺ ആസ് അയർ, ഇടയർ ആൻഡ് കോവലർ. അന്ന് കന്നുകാലികളെ മെരുക്കി വളർത്തി ജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇടയന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ട്, ആട്ടിടയന്മാരുണ്ട്. അവരെയെല്ലാം ഒരു പ്രത്യേക പേരിലാണ് വിളിച്ചിരുന്നത്. അവരുടെ പേരാണ് അയർ. ധാരാളം പേരുണ്ട്. അയർ, ഇടയർ, ഇടയർ. 3 കോവലർ, കോവലർ. ഇത്തരത്തിൽ പല പേരിലും അവരെ വിളിച്ചിരുന്നു. ദ വിമൻ ഫോക്ക് വെയർ കാൾഡ് ഐ മഹാജ്, ഐ മഹാജ്. അവരുടെ സ്ത്രീകളെ ഈ അയരെയും ഇടയരെയും കോവലറിൻ്റെയും ഭാര്യമാരെ വിളിച്ചിരുന്ന പേരാണ് ഐ മഹാജ്, ഐ മഹാജ്. തീർന്നില്ല, ഇടച്ചിയാർ, ഇടച്ചിയാർ തുടങ്ങിയിട്ടുള്ള പേരിലെല്ലാം അറിയപ്പെട്ടു എന്നതാണ്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് വെയർ ദെയർ ഡയറ്റ്. മിൽക്ക് പ്രോഡക്ട്സ് ഇവയെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ. ആൻഡ് തിരുമാൾ വാസ് ദെയർ ഗോഡ്. അവരുടെ ദൈവത്തിൻ്റെ പേരാണ് തിരുമാൾ, തിരുമാൾ. Their main diet contained bargu.
വരക്ക് എന്ന് അറിയപ്പെടും. വരക്ക്, ചാമൈ, ചാമ, ചാമയരി എന്ന് കേട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ്. ആൻഡ് മുതിര, മുതിര ഇവയൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യ വസ്തുക്കൾ. Their economic activities were centered on cattle rearing, breeding millets, cultivation of grains, etc. അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കാറ്റിൽ റിയറിങ്, അതുപോലെ തന്നെ അത്യാവശ്യം കൃഷിപ്പണിയെല്ലാം ചെയ്ത് ജീവിക്കുക എന്നതാണ്. റിവർ വാസ് ദെയർ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ. അവരുടെ വെള്ളത്തിന് ആവശ്യമായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് റിവറിനെ ആയിരുന്നു. ദ തേർഡ് ജോഗ്രഫിക്കൽ ഡിവിഷൻ വാസ് മരുതം. വാട്ട് ഈസ് മരുതം? മരുതം മീൻസ് ഫെർട്ടൈൽ ലാൻഡ്, ഫെർട്ടൈൽ റീജിയൻ, കൃഷിക്ക് യോഗ്യമായ സ്ഥലങ്ങളുള്ള പ്രദേശം. ഇതിനെ ആണ് മരുതം എന്ന് വിളിച്ചത്. മരുതം ഡിനോട്ട്സ് ദ ഫെർട്ടൈൽ റീജിയൻ ഇൻ വിച്ച് അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഓക്യുപ്പേഷൻ. മരുതം എന്ന് പറയുന്നത് ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമായിരുന്നു. അഗ്രികൾച്ചറാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഓക്യുപ്പേഷൻ. ദ അഗ്രികൾച്ചറിസ്റ്റ് വെയർ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. കൃഷിക്കാർക്ക് വളരെ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് ഡിറൈവ്ഡ് ഇറ്റ്സ് നെയിം ഫ്രം ദ മരുതം ഫ്ലവർ ഓഫ് ദ മിസ്റ്റിയൽ ട്രീ ഇൻ ദാറ്റ് റീജിയൻ. ഈ ഫെർട്ടൈൽ റീജിയനിൽ എപ്പോഴും കാണപ്പെടുന്ന ഒരു മരത്തിൻ്റെ പേരാണ് മിസ്റ്റിയൽ ട്രീ. ഈ മിസ്റ്റിയൽ ട്രീയിൽ ഉള്ള പൂവിൻ്റെ പേരാണ് മരുതം. അപ്പോൾ ആ മരുതം എന്ന് പറയുന്ന മരുതം ഫ്ലവറിൻ്റെ പേരിലാണ് ആ ഏരിയ അറിയപ്പെട്ടത്. ഏരിയയുടെ പേര് മരുതം, ഫെർട്ടൈൽ ലാൻഡ് എന്നാണ് എൻ്റെ അർത്ഥം. കൾട്ടിവേഷൻ ഓഫ് പാഡി, ഷുഗർ കെയിൻ, മാംഗോ, ജാക്ക് ഫ്രൂട്ട് എക്സെട്ര വെയർ ക്യാരിഡ് ഔട്ട് സിസ്റ്റമാറ്റിക്കലി. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പാഡി കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു, ഷുഗർ കെയിൻ ഉണ്ടായിരുന്നു, മാംഗോ കൾട്ടിവേഷൻ, ജാക്ക് ഫ്രൂട്ട് കൾട്ടിവേഷൻ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നതാണ്. റൈസ് വാസ് ദെയർ സ്റ്റാപ്പിൾ ഫുഡ്. അവിടെ പ്രധാനപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നം എന്ന് പറയുന്നത് അരി ആഹാരം ആയിരുന്നു. ഇന്ദ്ര വാസ് ദെയർ ഗോഡ്. ഇന്ദ്രനാണ് അവരുടെ പ്രധാനപ്പെട്ട ദൈവം. റിവേഴ്സ്, ഡൊമസ്റ്റിക് വെൽസ്, പോണ്ട്സ് വെയർ ദെയർ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ. റിവർ, അതുപോലെ തന്നെ പ്രൈവറ്റ് കിണറുകൾ, അതുപോലെ പോണ്ട്സ്, കുളങ്ങൾ, ഇവയെല്ലാം ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജലാശയങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഇൻ മരുതം ദർ വാസ് എ ഗ്രേറ്റ് മെഷർ ഓഫ് അർബനൈസേഷൻ ദാൻ ഇൻ ദ അതർ റീജിയൻ. മറ്റ് ഏരിയയിൽ ഉള്ളതിനേക്കാളും അർബനൈസേഷൻ കുറച്ചുകൂടെ കാണപ്പെട്ടത്, സിറ്റി ലൈഫ്, ടൗൺ ലൈഫ് കുറച്ചുകൂടെ കാണപ്പെട്ടത് മരുതത്തിൽ ആയിരുന്നു, ഫെർട്ടൈൽ റീജിയനിൽ ആയിരുന്നു. ദ ഫോർത്ത് ജോഗ്രഫിക്കൽ ഡിവിഷൻ വാസ് നെയ്തൽ. നെയ്തൽ മീൻസ് കോസ്റ്റൽ റീജിയൻ, നമ്മുടെ കടലോര പ്രദേശം എന്ന് പറയുന്നത് തന്നെയാണ് നെയ്തൽ. നെയ്തൽ ഡിനോട്ട്സ് കോസ്റ്റൽ റീജിയൻ, കടലോര പ്രദേശം. ഇറ്റ് ആൾസോ ഗോട്ട് എ സിഗ്നിഫിക്കൻ്റ് നെയിം ഫ്രം നെയ്തൽ ഫ്ലവർ. നെയ്തൽ ഫ്ലവറിൽ നിന്നാണ്, അവിടെ കാണപ്പെടുന്ന ഒരു പൂവിൻ്റെ പേരാണ് നെയ്തൽ ഫ്ലവർ. ഈ നെയ്തൽ ഫ്ലവറിൻ്റെ പേരിൽ നിന്നാണ് ആ ഏരിയയ്ക്ക് നെയ്തൽ എന്ന പേര് വന്നത്. ഫിഷിംഗ് വാസ് ദെയർ നേച്ചുറൽ ഓക്യുപ്പേഷൻ. അവിടെ പ്രകൃതിയാലുള്ള തൊഴിൽ എന്ന് പറയുന്നത് ഫിഷിംഗ് തന്നെ ആണ്. പറത്തവർ, വലൈനാർ ആൻഡ് മീനവർ വേർ ദ പീപ്പിൾ ഹു ലീവ്ഡ് ഇൻ ദാറ്റ് റീജിയൻ. കടപ്പുറത്ത് ജീവിച്ചിരുന്ന ഈ ആളുകളെ അന്ന് വിളിച്ച പേരുകളാണ് ഇതെല്ലാം. പറത്തവർ, വലൈനാർ, 3 മീനവർ തുടങ്ങിയിട്ടുള്ള പേരുകളെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു. ദേ സോൾഡ് ഫിഷ് ആൻഡ് സാൾട്ട് ആൻഡ് എക്സ്ചേഞ്ച് ഫോർ അതർ ഫുഡ് ഐറ്റംസ്. മറ്റ് ആഹാര സാധനങ്ങൾക്ക് വേണ്ടി ഈ സാധനങ്ങളെല്ലാം ബാർട്ടർ സമ്പ്രദായം അനുസരിച്ചിട്ട്
അവർ കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. വരുണൻ വാസ് ദെയർ ഗോഡ്. അവരുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് വരുണനായിരുന്നു. വരുണൻ. സാൻഡി വെൽസ് ആൻഡ് പിറ്റ്സ് ഓഫ് സലൈൻ വാട്ടർ വേർ ദ സോഴ്സസ് ഓഫ് വാട്ടർ. ചെറിയ പിറ്റികളെടുത്ത്, കുഴികളെടുത്ത് അവിടെ നിന്ന് കിട്ടുന്ന വെള്ളവും അതുപോലെ തന്നെ ഈ മണലിൽ കുഴിച്ചിട്ടുള്ള ചെറിയ കിണറുകൾ കുഴിച്ച് അവിടെ നിന്ന് കിട്ടുന്ന വെള്ളവും ആണ് അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ദ ഫിഫ്ത്ത് ജോഗ്രഫിക്കൽ ഡിവിഷൻ വാസ് പാലൈ. പാലൈ, പാല, പാലൈ. ദ ട്രാക്ട് ഓഫ് ലാൻഡ് വിച്ച് ലോസ്റ്റ് ഇറ്റ്സ് നാച്ചുറൽ ഫെർട്ടിലിറ്റി due to the freak of land or freak of nature was called പാലൈ. പാലൈ എന്ന് പറയുന്നത് പ്രകൃതിക്ഷോഭം കൊണ്ട്, ഫ്രീക്ക് ഓഫ് ലാൻഡ് കൊണ്ട്, പ്രകൃതിക്ഷോഭം കൊണ്ട് നാച്ചുറൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ട ചില പ്രദേശങ്ങളുണ്ട്. പ്രകൃതിക്ഷോഭം കൊണ്ട് സംഭവിച്ചതാണ്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെ വിളിച്ച പേരാണ് പാലൈ. പാലൈ, പാല, പാലൈ. മറവർ, അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ പേരാണ് മറവർ. മല്ലർ, മല്ലന്മാർ എന്ന് നമ്മളെ മലയാളത്തിൽ പറയുന്നത് പോലെ മല്ലർ. മലവർ, മറവർ, മലവർ രണ്ടാണ്. അതിൻ്റെ കള്ളർ, കള്ളന്മാർ, കള്ളർ, കള്ളൻ എന്ന അർത്ഥത്തിൽ കള്ളർ. വേർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദാറ്റ് റീജിയൻ. ഈ പ്രധാനപ്പെട്ട സ്ഥലത്ത്, പാലൈ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളുകളെ വിളിച്ചിരുന്ന പേരുകളാണ് മറവർ, മല്ലർ, മലവർ, കള്ളർ. കള്ളർ, കള്ളന്മാർ എന്ന അർത്ഥത്തിലുള്ള പേര്. ദേ ടുക്ക് ടു ഹൈവേ റോബറി. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കൊള്ളയടിക്കുക, മോഷ്ടിക്കുക. ഇതാണ് ഇവരുടെ ജോലി. കൊറവൈ വാസ് ദെയർ ഡൈറ്റി. ഇവരുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് കൊറവൈ ആയിരുന്നു. കൊറവൈ. വെൽസ് ആൻഡ് ഫൗണ്ടൻസ് വെയർ ദെയർ സോഴ്സസ് ഓഫ് വാട്ടർ. വെള്ളത്തിന് വേണ്ടി ചെറിയ കിണറുകൾ ഉണ്ടാക്കി, അതും ചില ജലാശയങ്ങളിൽ നിന്നും ഒക്കെ വെള്ളം അത്യാവശ്യം ശേഖരിച്ച് അവർ ജീവിച്ചിരുന്നു എന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.